ശവ്വാൽ മാസപ്പിറ ദൃശ്യമായത് താനൂർ ചെട്ടിപ്പടിയിലാണ്. വിശ്വാസയോഗ്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ഖാദിമാരും ചേർന്ന് നാളെ ശവ്വാൽ 1 ചെറിയ പെരുന്നാളായിരിക്കും എന്ന പ്രഖ്യാപനം നടത്തിയപ്പോൾ പാളയം പള്ളി ഇമാം സുഹൈബ് മൗലവി സന്തോഷത്തിന്റെയും സൗഹൃദത്തിൻ്റെതുമായിട്ടുള്ള ഒരു ചെറിയ പെരുന്നാളായി ഈദുൽ ഫിത്തറായിട്ട് നമ്മുടെ ഈദുൽ ഫിത്തർ മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. പ്രത്യേകിച്ചും ലോകത്ത് യുദ്ധവും സംഘർഷവും അതുപോലെയുള്ള സാഹചര്യങ്ങളുമൊക്കെയാണ് ഉള്ളത്. ലോകം ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ശാന്തിയുടെ സമാധാനത്തിൻ്റെ ഒരു സന്ദേശമായി നമ്മുടെ ഈ വർഷത്തെ ഈദുൽ ഫിത്തർ മാറേണ്ടതുണ്ട്. അതിനാവശ്യമായ പ്രാർത്ഥനകളാണ് ഉയരേണ്ടത്. നമ്മുടെ പ്രവാസികളായിട്ടുള്ള സഹോദരന്മാരുടെ കുടുംബങ്ങൾ, അവിടങ്ങളിലുള്ള പ്രയാസങ്ങളൊക്കെ നമുക്കറിയാം. യുദ്ധം നമ്മുടെ രാജ്യത്തെ മാത്രമല്ല ലോകത്തുടനീളം യുദ്ധത്തിൻ്റെ കെടുതികൾ, അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിലനിൽക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഈ പുതിയ സന്ദർഭം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ പാചകവാതക ക്ഷാമമടക്കമുള്ള വിഷയങ്ങൾ നമ്മുടെ നാട്ടിലടക്കം അത് പല രീതിയിലും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു സമാധാന സന്ദേശം ലോകത്ത് വിളംബരം ചെയ്യുവാൻ തീർച്ചയായിട്ടും ഈ ഒരു ഈദുൽ ഫിത്തർ നമുക്ക് പ്രേരകമാവണം, നമുക്ക് പ്രചോദനമാവണം എന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈദിൻ്റേതായിട്ടുള്ള സന്തോഷം എല്ലാ വിഭാഗം ആളുകൾക്കിടയിലും അത് അനുഭവിക്കാനുള്ള അവസരങ്ങൾ തുറന്നു കൊടുക്കണം. ജാതിമത വ്യത്യാസങ്ങളില്ലാതെ, കക്ഷി രാഷ്ട്രീയ ഭേദങ്ങളില്ലാതെ എല്ലാ ആളുകൾക്കും ഈദിൻ്റേതായിട്ടുള്ള സാഹോദര്യ സന്ദേശം അത് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധ്യമാവണം എന്നുള്ളതാണ്. അതുപോലെ കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുള്ള വലിയൊരു അവസരമാണ് ഈദിന്റെ സന്ദർഭം എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, നമ്മുടെ അയൽപക്ക ബന്ധങ്ങൾ, ഇതെല്ലാം ശക്തിപ്പെടുത്താനുള്ള വലിയൊരു സന്ദർഭവും വലിയൊരു അവസരവുമാണ് ഈദിന്റെ സന്ദർഭം എന്ന് പറയുന്നത്. ആ ഒരു രീതിയിലെല്ലാം തന്നെ ഈ ഒരു ഈദുൽ ഫിത്തറിനെ പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം, ലോകത്തിന് സാധ്യമാവണം. എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നുള്ള ഈദുൽ ഫിത്തർ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.